പല കാരണങ്ങളാൽ ജീവിതത്തിൽ ബ്ലോക്കായിട്ട് കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അനുഷ. ഞാനൊരു സ്മൃതി മെഡിറ്റേഷൻ പ്രാക്ടീഷണറാണ്. അതേപോലെ ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ കോച്ചും കൂടിയാണ്. ജീവിതത്തിൽ പല കാരണങ്ങളാലും മുന്നോട്ട് പോകാൻ തടസ്സങ്ങൾ നേരിടുന്ന ആളുകൾ, ഒരുപക്ഷെ അത് ജോബിലാവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആവാം, ഫിനാൻഷ്യൽ പ്രശ്നങ്ങളാവാം, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആവാം. ഇതൊക്കെ കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെ എന്തോ ഒരു തടസ്സം ഫീൽ ചെയ്യുന്ന ആളുകൾ, ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടും ഒന്നും ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായി കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഡെയിലി ബേസിസിൽ കേട്ടോ ചെയ്യുകയാണെങ്കിൽ, കുറച്ച് നാളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരു വൈബ്രേഷണൽ തലം മാറും. നമ്മളിപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ലോ വൈബ്രേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ് വളരെ ലോ ആണ്. അവിടുന്ന് പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് നമുക്കൊരു റീസണും കാണുന്നില്ല. പക്ഷേ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് പതുക്കെ മാറി വന്ന് നമുക്ക് പിന്നീട് വരുന്ന ഓപ്പർച്യൂണിറ്റീസും നമ്മളെ തേടി വരുന്ന ആളുകളൊക്കെ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതം തന്നെ ഇതോട് കൂടിയിട്ട് പല ആംഗിളിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടുന്ന് നിന്ന സാഹചര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട 5 സ്റ്റെപ്പുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഫോക്കസ്ഡ് ആയിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് മാത്രമായിരിക്കും. അപ്പോൾ അവിടുന്ന് ഫോക്കസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ദിവസവും നമുക്ക് കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സിന് നന്ദി പറയുക. ഓരോ ദിവസവും 5 വീതം ബ്ലെസ്സിങ്സിന് നന്ദി പറയുക. ഇന്ന് നമ്മൾ 5 ബ്ലെസ്സിങ്സിന് നന്ദി പറയുന്നു, നാളെ ഇത് കൂടാണ്ടുള്ള 5, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകാം. ഏത് കുഞ്ഞു കാര്യത്തിന് വേണമെങ്കിലും നമുക്ക് നന്ദി പറയാം. നമ്മുടെ അടുത്ത് ഒരാൾ ചിരിച്ചാൽ പോലും അതിന് പോലും നമ്മൾ അവരോടല്ല കേട്ടോ നന്ദി പറയേണ്ട, തിരിച്ച് നമ്മൾ എത്തിയിട്ട് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ 5 ബ്ലെസ്സിങ്സിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, താങ്ക് യു ഗോഡ്, അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ്, എൻ്റെ അടുത്ത് ഇന്ന് ആ വ്യക്തി നന്നായി പെരുമാറിയതിന് നന്ദി. ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക്. ഇനി നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, പണ്ടൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല പാരൻസിനെ ലഭിച്ചതിന് നന്ദി. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നന്ദി പറയാം. അടുത്തൊരു കാര്യം, ദിവസവും 5 പേരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. ഫോണിലൂടെ ആവാം, നേരിട്ട് കാണുന്നവരെ ആകാം, നമ്മുടെ ഈവൻ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോടാവാം, നമ്മുടെ മക്കളെ ആവാം, ആര് വേണമെങ്കിലും ആവാം കേട്ടോ. 5 അപ്രീസിയേഷൻ ഒരു ദിവസം പറയുക. നന്നായിട്ടുണ്ട് നിങ്ങളുടെ ഡ്രസ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണെഴുതി കാണാൻ ഭംഗിയുണ്ട്, ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇനി എക്സസൈസാണ്. എല്ലാ ദിവസവും 30 മുതൽ 40 മിനിറ്റ് വരെ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുക. വർക്കൗട്ട് ആവാം, അല്ലെങ്കിൽ യോഗ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സ്ട്രെച്ചിങ് എക്സസൈസ്, വാമപ്പ്, ഇതുപോലെയുള്ള ചെറുതായിട്ടുള്ള എക്സസൈസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ മസ്റ്റായിട്ടും ഡെയിലി എക്സസൈസ് ചെയ്യുക. ഇനിയുള്ളൊരു കാര്യം, ഡ്രിങ്ക് വാട്ടർ ആൻഡ് വെയിൽ കൊള്ളുക. ഇത് രണ്ടാണ് അടുത്ത കാര്യം. നമുക്ക് വെയ്റ്റിനനുസരിച്ചുള്ള വെള്ളം ശരീരത്തിന് ആവശ്യമാണ്. 20 kgക്ക് 1 ലിറ്റർ വെള്ളം എന്ന പ്രകാരം. നിങ്ങളിപ്പോൾ 60 കിലോ വെയിറ്റുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി 3 ലിറ്റർ എങ്കിലും വെള്ളം കുടിക്കണം. അത് നമ്മൾ സിപ്പ് ചെയ്ത് ഒരുമിച്ച് 1 ലിറ്റർ ഒരുമിച്ച് കുടിക്കാണ്ട് ഒരു 1-2 മണിക്കൂർ എടുത്തിട്ട് ഒരു ബോട്ടിൽ 1 ലിറ്ററിൻ്റെ ഫിനിഷ് ചെയ്യുന്ന പോലെ ഒരു ദിവസം നമ്മുടെ ബോഡിയുടെ വെയ്റ്റിനനുസരിച്ചുള്ള വെള്ളം മസ്റ്റായിട്ടും കുടിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് വെയിൽ കൊള്ളുന്ന കാര്യം. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കുറച്ച് നേരം, ഒരു അരമണിക്കൂറെങ്കിലും വെയിൽ കൊള്ളുന്ന പോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് കുറച്ച് സമയം ചിലവിടുക. ചെടി നനയ്ക്കലോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെ വെയിൽ കൊള്ളുന്ന സമയത്ത് വളരെ നേരിയ കോട്ടൺ ഡ്രസ്സ് ധരിക്കാൻ ശ്രദ്ധിക്കുക. മാക്സിമം നമ്മുടെ ബോഡി പാർട്സ് എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ കൂടുതൽ നമുക്ക് വിറ്റാമിൻ ഡി അബ്സോർബ് ചെയ്യാൻ സാധിക്കും ശരീരത്തിന്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാവിലെ എണീക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ഒരിക്കലും നെഗറ്റീവ് ന്യൂസസ് കാണുകയോ നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്യാതെ ഇരിക്കുക. നമ്മൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ നെഗറ്റീവ് ന്യൂസസൊക്കെയാണ് കാണുന്നതെങ്കിൽ ആ ശീലം പാടെ സ്റ്റോപ്പ് ചെയ്യുക. ആ സമയത്ത് എന്തെങ്കിലും കാണാനുള്ള കോമഡി വീഡിയോസ്, അല്ലെങ്കിൽ നല്ല പാട്ടുകൾ, നല്ല മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ വീഡിയോസ് ഇങ്ങനെയൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് രാവിലെ എണീക്കുമ്പോഴും അതേപോലെ രാത്രി കിടക്കാൻ നേരത്തും ഈ വീഡിയോസൊക്കെ കണ്ട് നല്ല വൈബ്രേഷനിൽ ഉറങ്ങാൻ കിടക്കുക. അല്ലെങ്കിൽ നല്ല വൈബ്രേഷനിലായിട്ടുള്ള മ്യൂസിക്കൊക്കെ കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട്, എനിക്കറിയാം രാത്രി കിടക്കാൻ നേരത്ത് ഉറപ്പായിട്ടും നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ഓഫ്കോഴ്സ് ചിന്തിക്കും. നമുക്കില്ലാത്ത കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചും കരഞ്ഞിട്ടൊക്കെ ആയിരിക്കും പലരും ഉറങ്ങുന്നുണ്ടാവുക. നമുക്ക് അറിയുന്നതുകൊണ്ട് തന്നെ ആ സമയത്തേക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. കോമഡി സീൻസ് ആണെങ്കിൽ അങ്ങനെ അതൊക്കെ കേട്ടിട്ടോ മീൻസ് കണ്ടിട്ടോ കേട്ടിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഉറങ്ങാൻ നേരത്ത് നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആലോചിച്ചിട്ട്, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ആലോചിച്ചിട്ട്
കിടന്നുറങ്ങാൻ ശ്രദ്ധിക്കുക. ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ നിത്യേന ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷണൽ തലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു ജീവിതത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് സ്റ്റെപ്പാണ് ഈ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ വളരെയധികം മൂവ് ചെയ്യാൻ പറ്റാത്ത സ്റ്റേറ്റിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്കൊരു 1-on-1 സെഷൻ ആവശ്യമാണെങ്കിൽ എൻ്റെ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. നമ്മളെല്ലാവരും ഈ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് വന്നിട്ടുള്ളവരാണ്. നമ്മുടെ ലൈഫിലെ പല എക്സ്പീരിയൻസസ് കാരണം നമ്മൾ വളരെയധികം ഡൗൺ ആവുകയും മുന്നോട്ട് പോകാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എത്ര വീഴ്ചയിലുണ്ടെങ്കിലും എത്ര താഴ്ചയിലുണ്ടെങ്കിലും ഉയർന്നു വരിക. നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇന്നർ പവർ ഉപയോഗിച്ചിട്ട് നമുക്കുള്ള ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് വരണമെന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക.